നാനോ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ദ്രവീകൃത വളങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്രം. രാജ്യത്ത് പുതിയതായി 3 നാനോ ഫെർട്ടിലൈസർ പ്ലാന്റുകൾ നിർമ്മിക്കുമെന്ന് കേന്ദ്രമന്ത്രി അനുപ്രിയ പട്ടേൽ അറിയിച്ചു. പ്രതിവർഷം 500 മില്ലി വീതമുള്ള 17 കോടി കുപ്പി നാനോ വളം നിർമ്മിക്കാൻ ശേഷിയുള്ള പ്ലാന്റുകളാകും സജ്ജമാവുക. വിളകൾക്ക് പോഷകങ്ങൾ നൽകാനും വിളവ് വർദ്ധിപ്പിക്കാനും നാനോ വളങ്ങൾ സഹായിക്കുന്നു. പരമ്പരാഗത വളങ്ങളെ അപേക്ഷിച്ച് നാനോ വളങ്ങൾ വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതിയെന്നത് കർഷകരെ ആകർഷിക്കുന്നു. സ്വകാര്യ പൊതുമേഖലകളിലെ കമ്പനികളെ ഉൾപ്പെടുത്തി പ്രതിവർഷം 17 കോടി കുപ്പി നാനോ വളം നിർമ്മിക്കാൻ ശേഷിയുള്ള പ്ലാന്റുകളാകും സജ്ജമാവുക. രാജ്യത്ത് വളം നിർമ്മാണ കമ്പനികൾ ഇതുവരെ 7 നാനോ യൂറിയ പ്ലാന്റുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. 500 മില്ലി വീതമുള്ള 27.22 കോടി കുപ്പികളാണ് ഇവ പ്രതിവർഷം നിർമ്മിക്കുന്നത്. ഇതിനു പുറമെ 3 നാനോ DAP അഥവാ നാനോ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് പ്ലാന്റുകളും രാജ്യത്തുണ്ട്. 7.64 കോടി കുപ്പികളാണ് പ്രതിവർഷം ഈ പ്ലാന്റുകളിൽ നിന്ന് വിപണിയിലേക്ക് എത്തുന്നത്. പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാത്ത വിധത്തിലാണ് നാനോ വളങ്ങൾ നിർമ്മിക്കുന്നത്. ഡ്രോൺ വഴിയും നാനോ വളങ്ങൾ ഉപയോഗിച്ചു വരുന്നു. കൃത്യമായ അളവിൽ പോഷകങ്ങൾ ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. നാനോ വളങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ചും കേന്ദ്ര വളം സഹമന്ത്രി ലോക്സഭയിൽ പറഞ്ഞു. പ്രധാനമന്ത്രി കിസാൻ സമൃദ്ധി കേന്ദ്രങ്ങളിൽ നാനോ യൂറിയയും നാനോ DAPയും ലഭ്യമാക്കുന്നു. രാസവള വകുപ്പ് പതിവായി പുറപ്പെടുവിപ്പിക്കുന്ന പ്രതിമാസ വിതരണ പദ്ധതിയിൽ നാനോ യൂറിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ജനം.